ബാംഗ്ലൂരിൽ ഫുഡ് കിട്ടുന്ന വേറൊരു സ്ട്രീറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, നമ്മുടെ മോൾ ഓഫ് ഏഷ്യ ഉണ്ടല്ലോ, ഹെബ്ബാളിലും എലഹങ്കയ്ക്കും ഇടയിലുള്ള മോൾ ഓഫ് ഏഷ്യയുടെ പുറക് സൈഡിലായിട്ടാണ് വരുന്നത്. ബാക്ക് ഗേറ്റിൻ്റെ അടുത്താണ് ഈ സ്ട്രീറ്റ്. ഫ്രണ്ടിൽ കൂടെ വന്നാൽ കാണാൻ പറ്റില്ല. സംഭവം അടിപൊളിയാണ്. ഒരു വലിയ സ്ട്രീറ്റ് റോഡ് സൈഡാണ്. സോ അവിടെ നിറച്ചും മുഴുവൻ ഇങ്ങനെ ട്രക്ക്, വാന്, അതുപോലെ തന്നെ അല്ലാതെ ചെറിയ ഉന്തുവണ്ടി, അങ്ങനെ ചെറിയ റൂം പോലെയൊക്കെ, അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡും കിട്ടും. അതായത് ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട നോൺ വെജ്, വെജ്, വെസ്റ്റേൺ സ്റ്റൈലുള്ളത് അങ്ങനെ ഫുഡ് കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാണാൻ നല്ല രസമുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ അതിൽ പോകുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും ഇതെന്താ പന്തം കണ്ട പെരിച്ചാഴി പോലെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ്. അത് മാത്രമല്ല, ഇവിടെ അടുത്ത് 2 നല്ല പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മോൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇവിടെ കൂടെ വിസിറ്റ് ചെയ്ത് നോക്കൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഹൈജീൻ്റെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ട് കുഴപ്പമില്ല. പിന്നെ അപ്പോൾ തന്നെ അതായത് അപ്പോൾ തന്നെ റെഡിയാക്കി കൊടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടുന്ന് കഴിച്ചില്ല ആക്ച്വലി. ഇതിനപ്പുറം ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഈ റോഡ് കഴിഞ്ഞ റോഡിൻ്റെ എൻഡിൽ വേറെ ഒരു സ്ട്രീറ്റ് കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കൊണ്ട് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും എടുത്തതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ സൂപ്പർ മാർക്കറ്റൊക്കെയാണ്, വീണ്ടും ലെഫ്റ്റ് സൈഡിലെ ഫുഡ് കോർട്ട്. പക്ഷേ ഇവിടെ നിന്ന് ശരിക്കും നല്ല വ്യൂ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ക്രൗഡഡ് ആയിരുന്നു. ഒത്തിരി വണ്ടികൾ, അതായത് ഫാമിലിയായിട്ട് വന്ന് കഴിക്കുക, ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ചെയറും ടേബിളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു കുട്ടികളുടെ പാർക്കും ഒരു വലിയ പാർക്കും ഉണ്ട്, നടക്കാനൊക്കെ പറ്റുന്ന അങ്ങനൊരു സ്ഥലമാണ്. പിന്നെ ഈ സ്ട്രീറ്റുകളല്ലാതെ അവിടെ കുറേ വേറെ സ്ട്രീറ്റ്സ് കണക്റ്റഡ് ആണ്. അവിടെയൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്നത് കണ്ടത്. ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ കുറേ ഉന്തുവണ്ടികളിൽ ഫ്ലവറൊക്കെ വിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ് ശരിക്കും എടുക്കാൻ പറ്റാത്തത്. ഗ്രൂപ്പായിട്ട് വന്നിട്ടൊക്കെ കഴിക്കുന്നതിന് അതൊക്കെ ഉണ്ടായിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കിയോസ്ക് മോഡലിലൊക്കെ ഉണ്ടാക്കി. ഇതിനൊക്കെ പുറകു സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയൊരു ഷോപ്പുകൾ പോലെയാണ്. അവിടെ ഒരു വലിയ കുട വെച്ചിട്ട് ചെയ്തേക്കുന്നു. ഈ വണ്ടികൾ കിടക്കുന്നതുകൊണ്ടാണ് ശരിക്കും എടുക്കാൻ പറ്റാത്തത്. ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ സ്ട്രീറ്റ് അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് കോർട്ട് ഉള്ളത്. ശരിക്കും ഞാൻ അവിടെ പോയി കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തില്ല. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഇത് കണ്ടോ, ചിക്കനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പുകയൊക്കെ വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വണ്ടികളൊക്കെ ഉണ്ട്. ഈ ലൈറ്റ് കാണുന്നതാണ് ആ ഫുഡ് കോർട്ടും. അവിടെ ഒരു കോംപ്ലക്സ് ആണ്. അതിൻ്റെ മുകളിലൊരു സലൂണും താഴെ കുറേ ഷോപ്സ് ഉണ്ട്. ശരിക്കും അവിടെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനും നല്ല സൗകര്യമുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പാണ് ശരിക്കും. അതായത് ചാറ്റ് ഷോപ്പുണ്ട്, ബിരിയാണി ഷോപ്പുണ്ട്, ബർഗർ ഷോപ്പുണ്ട്, ജ്യൂസ് ഷോപ്പുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പോവുകയുണ്ടായി, ഞാനും ഫ്രണ്ട് കൂടി. അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഫലൂദ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ ചാറ്റ് ട്രൈ ചെയ്തായിരുന്നു, സമോസ ചാറ്റ്. സംഭവം കുഴപ്പമില്ല. ഇത് എനിക്ക് അകത്തുനിന്ന് എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. ശരിക്കും അവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ, ഇരിക്കാൻ ഇരുന്ന് നോക്കി കാണാൻ പറ്റും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അതിനകത്ത് കയറിയില്ല. അപ്പോൾ ഈ മതിലിനകത്തൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ബ്രാൻഡ് ഉണ്ട് കേട്ടോ. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹൈജീനിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റാ, ബൈ.